മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഐസക് വർഗീസ് നാമനിർദ്ദേശ പത്രിക നൽകി. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പാർട്ടി നേതാക്കൾക്കൊപ്പം എത്തി മണ്ണാർക്കാട് താലൂക്ക് കാര്യാലയത്തിൽ വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിച്ചത്. LDF, UDF സ്ഥാനാർത്ഥികളെ തറ പറ്റിച്ച് ഇത്തവണ വിജയം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നും മൂന്നാം സ്ഥാനത്ത് നിന്നാൽ മതിയോ ഒന്നാമത് ആകേണ്ടതെന്നും ഐസക് വർഗീസ്. ഇപ്പൊ പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫീൽഡില്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ മൊത്തത്തിലൊരു വിലയിരുത്തലൊക്കെ എങ്ങനെയാണ്? ആദ്യമായിട്ടൊക്കെ ഒരു സ്ഥാനാർത്ഥി ഓപ്പണായിട്ട് ആദ്യം തന്നെ തന്റെ ശക്തീകരണങ്ങൾ പറയുന്നുണ്ടാവുക. ഇത്തവണ ഇവിടെ കൊടുത്ത് ആ ഒരു ശക്തി തന്നെയാണ് ഇപ്പൊ നിലവില് താങ്കൾക്കെതിരെ ഒരു പരാതി പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തതിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിക്കോ ഇവിടെ കേരളത്തിലൊന്നും പോരെ? പ്രധാനമന്ത്രിക്ക് മുൻ BDPS നേതാവാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ആരാണ് കേശവോ? ആ കള്ളം ഇന്ത്യ വീടാക്രമിച്ച് ജയിലിൽ നിന്നാണ് അയാളെ ഒന്നും പറയാനില്ല. കാരണം എനിക്ക് പറഞ്ഞ കാര്യമില്ല. എൻ്റെ വീട് ആക്രമിച്ച കേസ് പ്രതിയാണ് ജയിലിൽ വരുന്നത്. അയാൾ വേറെ കൊണ്ടുവന്ന് അറസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. അതിലാണെങ്കിൽ ഞാൻ ആ അദ്ദേഹത്തിനെതിരെ ഒരു 55 ലക്ഷം തടവുന്ന കേസ് കൊടുക്കുന്നില്ല. വേറെ 2-3 കേസുകളുണ്ട്. ഒന്നും പറയുന്നത് ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതുവരെ ചെയ്യുന്നത്? ശക്തമായിട്ട് എൻ്റെ പ്രചാരണത്തിനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി മുന്നോട്ട് പോകുന്നത് ഇലക്ഷനിൽ വോട്ടെണ്ണുമ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. അട്ടപ്പാടിയിലൊക്കെ ഇന്നലെ പോയിരുന്നു. എങ്ങനെ എന്താ അനുഭവങ്ങൾ? ശക്തമായ ഞാൻ പറഞ്ഞു ശക്തമായ പ്രചരണം നോക്കാൻ ഇവിടുത്തെ 15 കൊല്ലം ഭരിച്ച ഇപ്പോഴും നിലവിലുള്ള MLA കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടല്ലോ. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അട്ടപ്പാടിനെ എത്രത്തോളം ഹിന്ദുക്കൾ ചെയ്തു കൊണ്ടില്ലെന്ന് അവർ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയിൽ. അപ്പോൾ അത് അവർ 2 പേർക്കായിട്ടാണല്ലോ ഞാൻ മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരൊരു കാട്ടിക്കൂട്ടി കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ നല്ല പ്രതീക്ഷകളാണ്. ഈ ഊരുകളിലെ ആളുകളാണ് താങ്കൾക്ക് കെട്ടിവെക്കാനുള്ള പണമെന്നില്ല വലിയൊരു സംഭവമായിട്ട് കരുതുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട് അവരിപ്പോൾ ആ അവരുടെ കഷ്ടപ്പെടുന്ന അവരാണ് എനിക്ക് 2-3 ഊരുകളാണ് പൈസ. അത് നല്ല കാര്യമാണ്. അപ്പോൾ അവർക്കും അറിയാം എന്നെപ്പോലെ ആളവിടെ വരണം, ജയിച്ചു വരണം. അങ്ങനെ അവരുടെ പ്രതീക്ഷ അതാണ്. പിള്ളേരുടെ പ്രതീക്ഷ നല്ല പ്രതീക്ഷ അത് അസ്തമിച്ചു വരണം. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു വോട്ടർമാർക്ക്. ആ ജനങ്ങൾ സ്ഥാനാർത്ഥിനെ ഇവിടെ മണ്ണാർക്കാട് മൊത്തം ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടം കളയാനേ മതി. പരാതി കൊടുത്ത കള്ളനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വിവിധ ഊരുകളിലുള്ളവരാണ് കെട്ടിവെക്കുവാനുള്ള കാശ് തന്നത് എന്നും സ്ഥാനാർത്ഥി. നല്ല പ്രതീക്ഷയുണ്ട്. BJP NDA നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഐസക് വർഗീസ് നാമനിർദ്ദേശ പത്രിക നൽകിയത്.